നമസ്കാരം. പ്രധാന വാർത്തകൾ. പ്രിയങ്ക ഗാന്ധി കാണാൻ തയ്യാറായില്ല. പാർട്ടി പറഞ്ഞ വാക്ക് പാലിച്ചില്ലെന്ന് NM വിജയന്റെ കുടുംബം. പ്രിയങ്ക ഗാന്ധിയെ നേരിട്ട് കണ്ട നിവേദനം കൈമാറാനായാണ് NM വിജയന്റെ കുടുംബം സുൽത്താൻ ബത്തേരിയിലെത്തിയത്. NM വിജയനോട് പാർട്ടി ചെയ്തത് കുടുംബത്തോടും ചെയ്തുവെന്നും തങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ MLA IC ബാലകൃഷ്ണനായിരിക്കും കാരണമെന്നും കുടുംബം പ്രതികരിച്ചു. കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞ വാക്ക് പാലിച്ചില്ലെന്ന് NM വിജയന്റെ മരുമകൾ പത്മജ പറഞ്ഞു. പ്രശ്നം എങ്ങനെ പരിഹരിക്കുമെന്നതിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ലെന്നും കുടുംബം പറഞ്ഞു. കോഴിക്കോട് വെച്ച് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞ വാക്ക് പാലിച്ചില്ല. 10 ലക്ഷം രൂപയാണ് തന്നത്. ബാക്കി ഇടപാട് തീർത്തിട്ടില്ല. ചെയ്തു തരാൻ കഴിയില്ലെങ്കിൽ അത് പറയാൻ കോൺഗ്രസ് നേതാക്കൾ തയ്യാറാകണം. ജീവിത പ്രശ്നമാണ്. അച്ഛൻ പാർട്ടിയാണ് ഏറ്റവും അധികം സ്നേഹിച്ചത്. പ്രിയങ്ക വീട്ടിൽ വന്നപ്പോൾ തന്ന വാക്ക് പാലിച്ചില്ലെന്നും അവർ ആരോപിച്ചു. ശബരിമല സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു മെയ് 18-ന് കേരളത്തിലെത്തുമെന്ന വിവരം. 18, 19 തീയതികളിൽ രാഷ്ട്രപതി കേരളത്തിലുണ്ടാകും. കോട്ടയം കുമരകത്തായിരിക്കും രാഷ്ട്രപതി തങ്ങുകയെന്ന് റിപ്പോർട്ട്. രാഷ്ട്രപതിയുടെ സന്ദർശനത്തിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാൻ സംസ്ഥാന സർക്കാരിന് വിവരം ലഭിച്ചതായി സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. രാഷ്ട്രപതി സന്ദർശിക്കുന്ന ദിവസങ്ങളിൽ ശബരിമലയിൽ കടുത്ത നിയന്ത്രണങ്ങൾ ഉണ്ടാവും. ആദ്യമായാണ് ഒരു രാഷ്ട്രപതി ശബരിമലയിൽ എത്തുന്നത്. മെയ് 14-നാണ് ഇടവമാസ പൂജകൾക്കായി ശബരിമല നട തുറക്കുന്നത്. അതിഥി തൊഴിലാളിയെ വെട്ടിക്കൊലപ്പെടുത്തി പ്രതി ഒളിവിൽ. പാലക്കാട് അട്ടപ്പാടിയിൽ അതിഥി തൊഴിലാളിയെ കൊന്ന് തലയറുത്തു മാറ്റിയ നിലയിൽ കണ്ടെത്തി. അട്ടപ്പാടി റാവുട്ടാൻകല്ലിലെ സ്വകാര്യ തോട്ടത്തിലെ ജോലിക്കാരനായ ജാർഖണ്ഡ് സ്വദേശി രവിയാണ് മരിച്ചത്. രവിയെ ആക്രമിച്ചെന്ന് കരുതുന്ന അസം സ്വദേശി ഇസ്ലാം ഒളിവിലാണ്. അഗളി പോലീസ് സ്ഥലത്തെത്തി നടപടികൾ ആരംഭിച്ചു. മദ്യപാനത്തിനിടെയുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് പോലീസ് പറഞ്ഞു. ബൈക്കും ബസും കൂട്ടിയിടിച്ച യുവാവിന് ദാരുണാന്ത്യം. ഇന്ന് വൈകിട്ട് 7 മണിയോടെ ഇടുക്കി തൊടുപുഴയ്ക്കടുത്ത് ഞറുകുറ്റിയിലാണ് അപകടം നടന്നത്. മുതലക്കോടം സ്വദേശി 22 വയസ്സുള്ള ആദിത്യൻ ദാസാണ് മരിച്ചത്. വണ്ണപ്പുറത്ത് നിന്നും തൊടുപുഴയ്ക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ് എതിർദിശയിൽ വന്ന ബൈക്ക് ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ബസിന്റെ അമിത വേഗതയാണ് അപകട കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇടിയുടെ ആഘാതത്തിൽ തെറിച്ചു വീണ് റോഡരികിൽ കിടന്ന ആദിത്യനെ ആശുപത്രിയിൽ എത്തിക്കാൻ വൈകിയതും മരണകാരണമായി. തൃശൂർ പൂരം സാമ്പിൾ വെടിക്കെട്ടിനിടെ അപകടം, ഒരാൾക്ക് പരിക്ക്. ഇന്ന് നടന്ന തൃശൂർ പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ടിനിടെയുണ്ടായ അപകടത്തിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന് പരിക്ക്. വെടിക്കെട്ടിനിടെ അമിട്ട് പൊട്ടിയതിന്റെ അവശിഷ്ടം വീണാണ് പരിക്കേറ്റത്. ചാലക്കുടി ഫയർഫോഴ്സ് യൂണിറ്റിലെ ഫയർഫോഴ്സ് ഹോംഗാർഡ് TA ജോസിനാണ് പരിക്കേറ്റത്. പരിക്കേറ്റ ജോസിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് വൈകിട്ടോടെയാണ് തിരുവമ്പാടിയുടെയും പാറമേക്കാവിന്റെയും സാമ്പിൾ വെടിക്കെട്ടുകൾ നടന്നത്. 4 മിനിറ്റോളം നീണ്ടുനിന്ന തിരുവമ്പാടിയുടെ വെടിക്കെട്ടിന് ശേഷമാണ് പാറമേക്കാവിന്റെ വെടിക്കെട്ട് നടന്നത്.